A very good morning to all. Then today we are going to discuss about our 11th unit, that is the remedies for breach of contract. Okay, so in this video we have to discuss what are the main remedies for breaching of contract by the parties. So let us start. Then what is breach? Okay, then the first topic is breach. That is, in every contract imposes obligation on both the parties to perform their respective promises. When one of them fails or neglects or refuses to perform his promise, he is said to have committed a breach of contract. അതായത് ഒരു ബ്രീച്ച് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന പാർട്ടീസ്, എത്ര പാർട്ടീസ് ഉണ്ടായാലും അവർക്ക് എന്തുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ഒബ്ലിഗേഷൻസ് ഉണ്ട്, ബാധ്യതയുണ്ട് അല്ലേ. ആ കോൺട്രാക്റ്റിൽ പെർഫോം ചെയ്യുക എന്ന് പറയുന്ന ബാധ്യതയുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി അവരുടെ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്യുന്നതിൽ എന്തെങ്കിലും ഫെയിലിയർ വരുത്തിയാലോ അല്ലെങ്കിൽ അവരെ നെഗ്ലക്റ്റ് ചെയ്താലോ പെർഫോമൻസ് റെഫ്യൂസ് ചെയ്താലോ നിരസിക്കുകയോ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ബ്രീച്ച് വരുത്തി എന്ന് പറയുക, ലംഘിക്കുക അല്ലേ. ബ്രീച്ച് എന്ന് പറഞ്ഞാൽ ലംഘനം, നമ്മളൊരു കോൺട്രാക്റ്റ് ലംഘിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ പ്രോമിസിൽ പരാജയപ്പെടുമ്പോഴാണ് ഈ ബ്രീച്ച് എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു ഇൻജുവേർഡ് പാർട്ടിയെ സംബന്ധിച്ച്, അഥവാ അഗ്രീഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് ഇഞ്ചുറി, ഈ ലോസ് സംഭവിച്ച പാർട്ടി. ഇപ്പോൾ നമ്മൾ ഒരു കോൺട്രാക്റ്റ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും രണ്ട് പാർട്ടീസ് ഉണ്ടാവും. അപ്പോൾ കോൺട്രാക്റ്റ് ഒരു വ്യക്തി എന്ന് പറയുന്ന വ്യക്തി ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ബി എന്ന് പറയുന്ന വ്യക്തിയാണ് ഓപ്പോസിറ്റ് ഉള്ളത്, അവർക്ക് ലോസ് സംഭവിച്ചു, അത് പെർഫോം ചെയ്യാതെ വരുമ്പോൾ അവരെയാണ് ബി ആണ് നമ്മളവിടെ ഇൻജുവേർഡ് പാർട്ടി അഥവാ അഗ്രീഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻജുവേർഡ് പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് റൈറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് റൈറ്റ് ഓഫ് ആക്ഷൻ ഉണ്ടായിരിക്കും. അതായത് ഇൻജുവേർഡ് പാർട്ടിക്കാണ് അവിടെ എന്തുള്ളത്, ആക്ഷൻ, അവിടെ റൈറ്റ് ഉള്ളത്. ദെൻ ദിസ് റൈറ്റ് ഓഫ് ആക്ഷൻ ഈസ് ദ റെമഡി അവൈലബിൾ ഫോർ ദ ഇൻജുവേർഡ് എഗെയിൻസ്റ്റ് ദ പാർട്ടി കമ്മിറ്റിംഗ് ദ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. അപ്പോൾ ഇൻജുവേർഡ് പാർട്ടിക്കാണ് ഈ രീതിയിലുള്ള റെമഡീസ് ഉള്ളത്. അതായത് കോൺട്രാക്റ്റ് മറ്റേ പാർട്ടി ലംഘിച്ചു കഴിയുമ്പോൾ, പെർഫോമൻസ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും അവിടെ ബ്രീച്ച് നടക്കും. ആ ബ്രീച്ച് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇൻജുവേർഡ് പാർട്ടിക്കാണ് ലോസ് വരിക അല്ലേ. ആ ലോസ് സഫർ ചെയ്യുന്ന പാർട്ടിയാണ് ഇൻജുവേർഡ് പാർട്ടി. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഈ ലോസിനെ മീറ്റ് ചെയ്യാൻ സാധിക്കുന്ന റെമഡീസ്, പരിഹാരങ്ങളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അതിൽ തന്നെ 5 രീതിയിലുള്ള ഓപ്ഷൻസാണ് അവർക്കുള്ളത്, റെമഡീസ്. അതിലൊന്നാണ് റെസഷൻ, ദറ്റ് ഈസ് റെസഷൻ, അവസാനിപ്പിക്കലാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സ്യൂട്ട് ഫോർ ഡാമേജസിനെതിരെ എന്ത് ചെയ്യാം, ഫയൽ ചെയ്യാൻ സാധിക്കും. ദെൻ സ്യൂട്ട് അപ്പോൺ കോണ്ടംമെറിറ്റ്, ദെൻ സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് ആൻഡ് സ്യൂട്ട് ഫോർ ഇഞ്ചക്ഷൻ. ഇഞ്ചക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് അവർക്ക് കിട്ടുന്ന പരിഹാരങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ പറയുന്നതാണ് റെസിഷൻ. ദാറ്റ് ഈസ് ഇൻ റെസിഷൻ ദാറ്റ് മീൻസ് ക്യാൻസലേഷൻ, റിവോക്കേഷൻ ഓർ പുട്ടിങ് ആൻ എൻഡ് ടു എ കോൺട്രാക്ട്. അതായത് റിവോക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിക്കുക. ദാറ്റ് ഈസ് where one of the parties to contract commit breach, the other party treat the contract as rescinded or cancel and refuses the further performance. Hence he is free from all the obligation under a contract. അതായത് ഒരു കോൺട്രാക്റ്റിൽ ബ്രീച്ച് നടന്നു കഴിയുമ്പോൾ ഓപ്പോസിറ്റ് പാർട്ടിക്ക് എന്ത് ചെയ്യാം, കോൺട്രാക്റ്റ് അവിടെ റിജക്റ്റ് ചെയ്ത് കളയാൻ സാധിക്കും. അതായത് ഒരു കോൺട്രാക്റ്റ് ഒരു പാർട്ടി ബ്രീച്ച് ചെയ്താൽ, ലംഘിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പോസിറ്റുള്ള പാർട്ടിക്ക് എന്ത് ചെയ്യാം, ആ കോൺട്രാക്റ്റ് അവിടെ റിജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ശരിയായ തോതിൽ ഒരു കോൺട്രാക്റ്റിൽ ഒരു വ്യക്തി റിസൈൻ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ റിസൈൻ ചെയ്യാൻ അവിടെ അവകാശമുണ്ട്, ഒരു വ്യക്തിക്ക് അത് റിസൈൻ ചെയ്യാനായിട്ട് അവകാശമുണ്ട്. അപ്പോൾ അതിനെ കൂടാതെ ഡാമേജിന് എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടാനുള്ള റൈറ്റും ആ രീതിയിലുള്ള വ്യക്തികൾക്ക് ഉണ്ടായിരിക്കും. അതാണ് നെക്സ്റ്റ് പറയുന്നത്, എ പേഴ്സൺ ഹൂ rightly rescind the contract is entitled to compensation for any damage which he has sustained. അപ്പോൾ അതവിടെ നിർത്തിക്കഴിയുമ്പോൾ എന്തെങ്കിലും ഡാമേജസ് വന്നാൽ അതിന് കോമ്പൻസേഷൻ കിട്ടാനുള്ള അവകാശം ആർക്കുണ്ട്, ആ ഓപ്പോസിറ്റ് പാർട്ടിക്ക് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് പാർട്ടിയുടെ തീരുമാനമാണ് ഇവിടെ അവസാനിപ്പിക്കണോ വേണ്ടേ എന്നുള്ളത്. അതായത് ഏതെങ്കിലും ഒരു പാർട്ടി ബ്രീച്ച് വരുമ്പോൾ മറ്റേ അതർ പാർട്ടിക്ക്, ഓപ്പോസിറ്റുള്ള പാർട്ടിക്ക് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്ത് കളയാം പിന്നീടുള്ള പെർഫോമൻസുകൾ. അതായത് ഇടയ്ക്ക് വെച്ച് പെർഫോം ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് ഇടയ്ക്ക് വെച്ച് ഒരു പാർട്ടി
പാർട്ടി അത് നിർത്തലാക്കി. അപ്പോൾ ഓപ്പോസിറ്റുള്ള പാർട്ടിക്ക് എന്ത് ചെയ്യാം, ബാക്കി ഫർദർ പെർഫോമൻസ് എന്ത് ചെയ്യാം, നിരസിക്കാം, വേണ്ടാന്ന് വെക്കാനായിട്ട് സാധിക്കും. ഇനി ഈ റിസഷനിൽ തന്നെ ചില കേസുകളിൽ കോർട്ട് ഈ റിസഷൻ അവിടെ റിഫ്യൂസ് ചെയ്യാറുണ്ട്, അതായത് നിരസിക്കാറുണ്ട്. അതായത് ഒരു കോൺട്രാക്റ്റ് ഓപ്പോസിറ്റുള്ള പാർട്ടി അവസാനിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ ചില കേസസിൽ കോർട്ടിന് എന്ത് ചെയ്യാം, ആ റിസഷൻ അവിടെ റിഫ്യൂസ് ചെയ്യാം, നിരസിക്കാം, അവസാനിപ്പിക്കൽ അവിടെ വേണ്ടാന്ന് വെക്കണം, അതായത് അവസാനിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ അവിടെ നിരസിച്ച് റിഫ്യൂസ് ചെയ്ത് കളയാനായിട്ട് കോർട്ടിന് സാധിക്കും. അപ്പോൾ കോർട്ടിൻ്റെ ആ കേസസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ദാറ്റ് ഈസ് ദ കേസസ് വെയർ കോർട്ട് മേ റെഫ്യൂസ് റിസഷൻ. അല്ല 4 പോയിൻ്റായിട്ടാണ് പറയുന്നത്. അതിലൊന്നാമത്തത്, ദ കോർട്ട് മേ ഹൗവർ റെഫ്യൂസ് ടു റിസൈൻ ദ കോൺട്രാക്ട് വെയർ ദ പ്ലാന്റിഫ് ഹാസ് എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ്ലി റാറ്റിഫൈഡ് ദ കോൺട്രാക്ട്. അതായത് ഇവിടെ പ്ലാന്റിഫിനോടുള്ളതാണ്. പ്ലാന്റിഫ് എന്ന് പറഞ്ഞാൽ വാദി. ഇപ്പോൾ വാദി അംഗീകരിക്കുകയാണെങ്കിൽ, പോയിന്റിൽ ഇതാണ് പറയുന്നത്, ഒരു പ്ലാന്റിഫ് ഈ ഒരു കോൺട്രാക്റ്റ് അവിടെ അംഗീകരിക്കുകയാണെങ്കിൽ, അതായത് ഓൾറെഡി ഈ ബ്രീച്ച് വന്നു, പക്ഷെ ബ്രീച്ച് വന്നാലും ആ ഓപ്പോസിറ്റുള്ള പാർട്ടിയാണല്ലോ അവിടുത്തെ വാദി. പ്രതി എന്ന് പറയുന്നത് ബ്രീച്ച് വരുത്തുന്ന വ്യക്തിയാണ്. അപ്പോൾ വാദിക്ക് കുഴപ്പമില്ല, ബ്രീച്ച് ചെയ്താലും ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കി അവിടെ ബ്രീച്ചിലേക്ക് പോകുന്നെന്ന് മനസ്സിലായാലും അവരവിടെ വാദി പറയുകയാണ് ഞാനത് അംഗീകരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റില്ല. കുറച്ചുകൂടി ഞാനൊരു എക്സാമ്പിൾ ബേസിൽ പറഞ്ഞു തരാം. ഇപ്പോൾ കുറച്ച് ഷെയറുകൾ എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങി. എന്താണ്, കുറച്ച് ഷെയർസ് എക്സ് കമ്പനിയിൽ നിന്ന് വാങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ എക്സ് കമ്പനിയുടെ പ്രോസ്പെക്ടസ് അനുസരിച്ചിട്ടാണ് ഈ ഷെയർ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ എക്സ് കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാവാണ്. പക്ഷെ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും എക്സ് കമ്പനിയിൽ നിന്ന് ആ ഷെയറിൻ്റെ ഡിവിഡൻ്റൊക്കെ കറക്റ്റായിട്ട് കൈപ്പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ഈ എക്സ് കമ്പനി ഈ കോൺട്രാക്റ്റോടെ ബ്രീച്ച് വരുത്തിയെന്ന് കരുതുക. പക്ഷേ പിന്നീട് എക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നിരസിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഇടയ്ക്ക് വെച്ച് എക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണെന്നുള്ളത്. പക്ഷേ എന്നിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ ഒരു ഡിവിഡൻഡ്, ആ ഷെയറിൻ്റെ ഡിവിഡൻഡ് അവർ കൈപ്പറ്റിയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് എക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നിരസിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ വാദി എന്ന് പറയുന്ന പ്ലാന്റിഫ് എന്ന് പറയുന്ന വ്യക്തി അത് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു, അംഗീകരിച്ചിട്ടുണ്ട്. പിന്നീട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നിരസിച്ച് കളയാനായിട്ട് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റത്തില്ല. ഇനി രണ്ടാമത്തതാണ്, ഓയിങ് ടു ചേഞ്ച് ഓഫ് സർക്കംസ്റ്റാൻസസ് ദ പാർട്ടീസ് കനോട്ട് ബി റീസ്റ്റോർഡ് ടു ദെയർ ഒറിജിനൽ പൊസിഷൻ. നോക്കുക, അതായത് സാഹചര്യങ്ങൾ ഇപ്പോൾ മാറി സർക്കംസ്റ്റാൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാഹചര്യങ്ങൾ അല്ലേ, അത് നമുക്ക് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ഈ സാഹചര്യങ്ങൾ മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടീസിന് അവരുടെ ഒറിജിനൽ പൊസിഷനിലേക്ക് റീസ്റ്റോർ ചെയ്യാനായിട്ട് അവിടെ പറ്റത്തില്ല. ഇനി തേർഡ് വൺ ആണ്, വെയർ തേർഡ് പാർട്ടീസ് ഹാവ് ഡ്യൂറിങ് ദ സബ്സ്റ്റൻസ് ഓഫ് ദി കോൺട്രാക്ട് അക്വയർഡ് റൈറ്റ് ഇൻ ഗുഡ് ഫെയ്ത്ത്. അതായത് ഇപ്പോൾ തേർഡ് പാർട്ടി ഈ ഒരു കോൺട്രാക്റ്റിൽ വളരെ ഗുഡ് ഫെയ്ത്തായിട്ട് നല്ല വിശ്വാസത്തോടു കൂടി എന്തെങ്കിലും റൈറ്റ് അക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും ക്യാൻസലേഷൻ പോസിബിൾ അല്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി വൈയുടെ അടുത്തുനിന്ന് ഫ്രോഡുലൻ്റലി ഒരു റിങ് വാങ്ങുകയാണ്. എക്സ് ആണ് വാങ്ങുന്നത് കേട്ടോ. വൈയുടെ അടുത്തുനിന്ന് എന്തായിട്ടാണ്, ഫ്രോഡിലൂടെ, ചതിയിലൂടെ ഒരു റിങ് വാങ്ങുകയാണ്. അപ്പോൾ ഈ ഫ്രോഡ് വൈ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിയുന്ന സമയത്ത് എന്ത് ചെയ്യാം, വൈക്ക് അവിടെ അത് ക്യാൻസൽ ചെയ്ത് കളയാം. പക്ഷേ അവിടെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ എക്സ് വൈയുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് എക്സ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ് ഇസഡിൻ്റെ അടുത്ത് അത് പ്ലെഡ്ജ് ചെയ്യാണ്, ഈ റിങ് പ്ലെഡ്ജ് ചെയ്യാണ്. പ്ലെഡ്ജ് എന്ന് പറഞ്ഞാൽ പണയം വയ്ക്കുകയാണ്. അപ്പോൾ എക്സിന് ഈ നേരായ രീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതായത് എക്സ് വൈയുടെ അടുത്തുനിന്ന് തെറ്റായ രീതിയിൽ വാങ്ങിയെങ്കിലും എക്സ് ഇസഡിൻ്റെ അടുത്ത് പ്ലെഡ്ജ് ചെയ്തത് നേരായ രീതിയിലാണ്. അപ്പോൾ ഇസറ്റിന് ആ റിങ്ങുമ്മൽ എന്തുണ്ട്, റൈറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ വൈനെ സംബന്ധിച്ചിടത്തോളം അവിടെ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഏറ്റവും അവസാനം വന്നപ്പോൾ എന്താ സംഭവിച്ചത്, ഓൾറെഡി ഫ്രോഡിലൻ്റ്ലി ആണെന്ന് മനസ്സിലായപ്പോൾ ക്യാൻസൽ ചെയ്ത് കളയായിരുന്നു. പക്ഷേ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഫ്രോഡിലൻ്റ് റിങ് എക്സ് എന്ത് ചെയ്തു, ഇസഡിൻ്റെ അടുത്ത് പ്ലെഡ്ജ് ചെയ്തു. അത് നേരായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ തേർഡ് പാർട്ടിയാണ് ഇസഡ് എന്ന് പറയുന്നത് അല്ലേ.
അപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഇസറ്റ് ഈ ഒരു കോൺട്രാക്റ്റിൽ വളരെ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് റൈറ്റ് അവിടെ ഉണ്ട്. ആ റിങ്ങമ്മൽ ഇസറ്റിന് റൈറ്റ് ഉണ്ട്. കാരണം എക്സ് അവിടെ പണയം വെച്ചേക്കാണ്. അപ്പോൾ ഇസറ്റിനാണ് ആ റിങ്ങിൽ റൈറ്റ് ഉള്ളത്. അപ്പോൾ എന്തെങ്കിലും റൈറ്റ് അവിടെ അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കോൺട്രാക്റ്റ് അവിടെ ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി നെക്സ്റ്റ് വരുന്നതാണ് വേർ only a part of the contract is sought to be resigned and such part is not separable from the rest of the contract. അതായത് ഇവിടെ ഒരു കോൺട്രാക്റ്റിൽ ഒരു പാർട്ട് മാത്രം, ഇപ്പം ഓൺലി എ പാർട്ട് ഓഫ് ദി കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതായത് ഒരു കോൺട്രാക്റ്റ് രണ്ടോ മൂന്നോ രീതിയിലുള്ള ഭാഗങ്ങളായിട്ട് ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. പക്ഷെ അതിലൊരു പാർട്ട് മാത്രം റീസൈൻ ചെയ്താൽ മതി, അതായത് അത് മാത്രം ക്യാൻസൽ ചെയ്താൽ മതി എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കോൺട്രാക്റ്റിൽ ഒരു പാർട്ട് മാത്രം നമുക്കെടുത്ത് റിസൈൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് കോർട്ട് അവിടെ അനുവദിക്കത്തില്ല. ആ കോൺട്രാക്റ്റ് മൊത്തമായിട്ട് മാറ്റിയിരിക്കണം. അല്ലാതെ ഒരു ഭാഗം മാത്രം അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കോർട്ടിൻ്റെ കേസസ് എന്ന് പറയുന്ന ഈ ഒരു റിസഷൻ റെഫ്യൂസ് ചെയ്യുക എന്ന് പറയുന്ന കോർട്ടിൻ്റെ മാർഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ കാര്യമാണ് സ്യൂട്ട് ഫോർ ഡാമേജസ്. ഓക്കെ, ദാറ്റ് ഈസ് വെൻ എ കോൺട്രാക്റ്റ് ഈസ് ബ്രോക്കൺ. അതായത് ഇതൊക്കെ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇഞ്ചേർഡ് പാർട്ടിക്ക് കിട്ടുന്ന പരിഹാരങ്ങളാണ്. സോ വെൻ എ കോൺട്രാക്റ്റ് ഈസ് ബ്രോക്കൺ ദ ഇഞ്ചേർഡ് പാർട്ടി ക്യാൻ ക്ലെയിം ഡാമേജസ് ഫ്രം ദി അതർ പാർട്ടി. സോ ഇറ്റ് ഈസ് ദ മോണിറ്ററി കോമ്പൻസേഷൻ ഫോർ ദ ലോ സസ്റ്റെയിൻഡ് ബൈ ദ ഇഞ്ചേർഡ് പാർട്ടി ഫോർ ദ നോൺ പെർഫോമൻസ് ഓഫ് ദി ഓബ്ലിഗേഷൻ. നമുക്ക് ഒരു കോൺട്രാക്റ്റ് അവിടെ ബ്രീച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇഞ്ചേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം, ആ ബ്രീച്ച് ചെയ്ത വ്യക്തിയുടെ അടുത്ത് നിന്നും അതർ പാർട്ടി അല്ലേ, ആ മറ്റേ വ്യക്തിയിൽ നിന്നും ഡാമേജസിനെതിരെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ലോസിന് ഒരു കോമ്പൻസേഷൻ കിട്ടാനായിട്ട് ആർക്ക് അർഹതയുണ്ട്, ഇഞ്ചേർഡ് പാർട്ടിക്ക് അർഹതയുണ്ട്. So the object of awarding damages for the breach of contract is to put the injured party in the same financial position as if the contract has been performed. Then അപ്പോൾ അവിടെ എന്താണ് ഡാമേജ് അല്ലേ? ദ ഡാമേജസ് ആർ ടു ബി അവോയ്ഡഡ് ഫോർ ലോസ് വിച്ച് നാച്ചുറലി അറോസ് ഫ്രം ദ ബ്രീച്ച്. അതായത് നമുക്ക് ഡാമേജ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ലോസുകൾ, സാധാരണഗതിയിൽ വരുന്ന ലോസുകൾക്കാണ് നമുക്ക് ഡാമേജ് വരിക എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ വരുമ്പോഴത്തേക്കും നമുക്കവിടെ ഇപ്പോൾ നാച്ചുറൽ ലോസുകളൊക്കെ വന്നു കഴിയുമ്പോൾ വളരെ വലിയൊരു കോമ്പൻസേഷൻ അതിനെ സ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. പക്ഷേ മനഃപൂർവ്വം വരുത്തുന്ന ഡാമേജുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇഞ്ചേർഡ് പാർട്ടിക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 4 ടൈപ്പ് ഓഫ് ഡാമേജസ് ഇതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഡാമേജസ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിലൊന്നാണ് ജനറൽ ഓർ ഓർഡിനറി ഡാമേജസ്. That is, when a contract has been broken, the injured party may sustain some damages or loss due to the breach of contract. So, such damages which arise naturally in the usual course of things from the breach itself are called ordinary or general damages. അതായത് ഒരു കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്തപ്പോൾ സാധാരണഗതിയിൽ സംഭവിക്കുന്ന ലോസുകൾ, ഇപ്പോൾ സാധാരണ കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യുക എന്നതിൽ നിന്ന് ബ്രീച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണഗതിയിൽ സംഭവിക്കുന്ന ലോസുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ഡാമേജുകളെയാണ് നമ്മൾ ജനറൽ ഡാമേജ് എന്ന് പറയുന്നത്. ഇവിടെ അഗ്രീഡ് പാർട്ടി സഫർ ചെയ്തിട്ടുള്ള ആക്ച്വൽ ലോസാണ് ഈ ഓർഡിനറി അഥവാ ജനറൽ ഡാമേജ് എന്ന് പറയുന്നത്. അതായത് ആക്ച്വൽ പാർട്ടി, ഇവിടെ അഗ്രീഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഞ്ചുറി സംഭവിച്ച പാർട്ടി, അവർക്ക് വന്നിട്ടുള്ള ആക്ച്വൽ ലോസിനെയാണ് ജനറൽ ഡാമേജ് എന്ന് പറയുന്നത്. That is, it is the actual loss suffered by the aggrieved party. ഇനി രണ്ടാമത്തെ ഡാമേജാണ് സ്പെഷ്യൽ ഡാമേജ്. ആ വേർഡിൽ തന്നെ ഉണ്ട് സ്പെഷ്യൽ അല്ലേ. ദാറ്റ് ഈസ് these are the damages which result from the breach of contract under some special or unusual circumstances. In these damages, the aggrieved party may claim besides the general damage for any loss he has suffered due to the special circumstances known to both the parties at the time of contract. സ്പെഷ്യൽ അതായത് ഇവിടെ ചില പ്രത്യേക സാഹചര്യത്തിൽ കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്തത് മൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, അതായത് സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെ സാധാരണ ലോസ് കൂടാതെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്തത് മൂലം വരുന്ന ലോസുകളാണ്, ഡാമേജുകളാണ് എന്തിൽ വരുന്നത്, സ്പെഷ്യൽ ഡാമേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇഞ്ചേർഡ് പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് ജനറൽ ഡാമേജസിന് പുറമെ ഇങ്ങനെ വരുന്ന പ്രത്യേക സാഹചര്യത്തിലുണ്ടാകുന്ന ഡാമേജസിനും എന്ത് ചെയ്യാം, സ്യൂട്ട് ചെയ്യാനായിട്ട്, ഡാമേജസിനും ഫയൽ ചെയ്യാനായിട്ട്, ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും.
ഇനി മൂന്നാമത്തതാണ് എക്സംപ്ലററി ഓർ പ്യൂണിറ്റീവ് ഓർ വിൻഡിക്റ്റീവ് ഡാമേജസ്. മൂന്ന് രീതിയിലാണ്. ഇതിൽ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് ഈ ഡാമേജസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് വിൻഡിക്റ്റീവ് ഡാമേജ് എന്താണെന്നായിരിക്കും, അല്ലെങ്കിൽ എക്സംപ്ലറി ഡാമേജോ അല്ലെങ്കിൽ പ്യൂണിറ്റീവ് ഡാമേജ് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. ഇപ്പോൾ മൂന്ന് പേരും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. The exemplary damages are awarded with a view to punishing the guilty party for the breach and not with the idea of awarding compensation to the injured party. Then, so these damages are granted for injured feeling, suffering, etc. അവിടെ അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് എക്സംപ്ലററി ഡാമേജ് എന്ന് പറഞ്ഞാൽ ഇൻജേർഡ് പാർട്ടിയുടെ ഫീലിങ്സും അവരുടെ സഫറിങ്സിനെയും ബേസ് ചെയ്തിട്ടുള്ള, അതിനെ ബേസ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് വരുന്ന നഷ്ടങ്ങളാണ് എക്സംപ്ലറി എന്ന് പറയുന്നത്. അതായത് ആ ഇഞ്ചുറി വന്ന വ്യക്തിക്ക് അവരുടെ ഫീലിങ്സിലും അവർ സഫർ ചെയ്തതിനെല്ലാം ബേസ് ചെയ്ത് വരുന്ന ഡാമേജ്. ഇവിടെ തെറ്റ് വരുത്തിയ പാർട്ടിക്കുള്ള പണിഷ്മെൻ്റ് എന്ന രീതിയിൽ കൊടുക്കുന്ന ഈ ഡാമേജുകളാണ് ഈ എക്സംപ്ലേറ്റീവ് ഡാമേജ് എന്ന് പറയുന്നത്. ഇതൊരിക്കലും ലോ ഓഫ് കോൺട്രാക്റ്റിൻ്റെ പരിധിയിൽ വരുന്നതല്ല. That is, the exemplary damage have no place in law of contract because they are punitive in nature. അതായത് കോൺട്രാക്റ്റിൻ്റെ രീതിയിലല്ല. കാരണം ഇത് നേച്ചർ നമ്മുടെ ഇത് എന്താ പറയുക, സ്വാഭാവികമായിട്ട് നമ്മുടെ ഫീലിങ്സിനും സഫറിങ്സിലും ഒക്കെ നമ്മൾ ആ ഒരു രീതിയിൽ വരുന്ന ഡാമേജുകളെയാണ് നമ്മൾ എക്സംപ്ലറി ഡാമേജ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഡാമേജസ് നമുക്കിപ്പോൾ എന്താ പറയുക, യൂഷ്വലി നമുക്ക് വരുന്ന ടൈപ്പിലുള്ള ഡാമേജസ് ആണ്. ഒരു വ്യക്തിയുടെ ഫീലിങ്സും ഇമോഷൻസൊക്കെ നമുക്കറിയാം വരുന്ന രീതിയിലുള്ള, അല്ലേ, നമ്മൾ ആ ഒരു ഇഞ്ചേർഡ് പാർട്ടിയുടെ ലോസ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വരുത്തിയിരിക്കുന്ന, അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത്, തെറ്റ് വരുത്തിയ പാർട്ടിക്കുള്ള പണിഷ്മെൻ്റ് എന്ന രീതിയിൽ കൊടുക്കുന്ന ഡാമേജുകളാണ് ഈ എക്സംപ്ലറി അഥവാ പ്യൂണിറ്റേറ്റീവ് അല്ലെങ്കിൽ വിൻഡിക്റ്റീവ് ഡാമേജ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ സിറ്റുവേഷൻ ഉണ്ട്, രണ്ട് രീതിയിലുള്ള സിറ്റുവേഷൻ ഉണ്ട്. ഒന്ന് ബ്രീച്ച് ഓഫ് പ്രോമിസ് ടു മാരി, ദാറ്റ് ഈസ് ദ കോൺട്രാക്ട് ടു മാരി ആൻഡ് ഡിസോണർ ഓഫ് ചെക്ക് ബൈ എ ബാങ്കർ. ഈ രണ്ട് കേസിലും നമ്മൾ ഈ രണ്ട് കേസുകളിലും ലോ ഓഫ് കോൺട്രാക്റ്റിൻ്റെ പരിധിയിലായിരിക്കും ഈ എക്സംപ്ലറി ഡാമേജ് വരിക. നമ്മൾ ഓൾറെഡി പറഞ്ഞു ലോ ഓഫ് കോൺട്രാക്റ്റിൻ്റെ കീഴിൽ വരുന്നില്ല എന്നുള്ളത്. പക്ഷേ ഈ രണ്ട് കേസിലും, അതായത് ഒന്ന് മാരേജിൻ്റെ കേസിലും മറ്റൊന്ന് ചെക്കിൻ്റെ കേസിലും എന്ത് വരും, ലോ ഓഫ് ഡിമാൻഡിൻ്റെ പരിധിയിൽ ഈ രീതിയിലുള്ള ഡാമേജസ് വരും. ഇനി നെക്സ്റ്റ് നാലാമത്തെ ഡാമേജാണ് നോമിനൽ ഡാമേജ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ഡാമേജസിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് നോമിനൽ ഡാമേജസ്? ദാറ്റ് ഈസ് ദീസ് ഡാമേജസ് ആർ വെരി സ്മോൾ ഓർ നെയിംസ് എ കോമ്പൻസേഷൻ. These are awarded in situation where the injured party has not in fact suffered any loss by reason of the breach of contract. So these damages are awarded simply to recognize the right of parties to claim the damage for the breach of contract. So this is the case where only a technical violation of legal right but no substantial loss is there. അതായത് ഇവിടെ നോമിനൽ ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമേജ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളത് ഇഞ്ചേർഡ് പാർട്ടിയെ അറിയിക്കുക. അതായത് വേണ്ടത്ര നഷ്ടമൊന്നുമില്ല, ഇതൊരു ടെക്നിക്കൽ വയലേഷൻ മാത്രമാണ്, ചെറിയ നഷ്ടം മാത്രമായിരിക്കും നോമിനൽ ഡാമേജസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടൈപ്പ് ഓഫ് ഡാമേജ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ വരുന്ന നെക്സ്റ്റ് ഒരു ചെറിയൊരു കാര്യം കൂടി നമുക്ക് പറയാനുണ്ട്. അതായത് എന്താണ് ലിക്വിഡേറ്റഡ് ഡാമേജസ് ആൻഡ് പെനാലിറ്റി, ഒറ്റൊരു ടൈപ്പാണ്. എന്താണ് ലിക്വിഡേറ്റഡ് ഡാമേജ്, എന്താണ് പെനാലിറ്റി എന്നുള്ളതൊന്ന് നോക്കാം. That is, in liquidated damage, it is the amount agreed between the parties in case of breach of contract is in the nature of fair and honest pre-estimation of probable damages. അതായത് ലിക്വിഡേറ്റഡ് ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ തന്നെ നേരത്തെ തന്നെ ലോസ് വരുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്ത് വയ്ക്കുന്നു. അതാണ് പ്രീ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ മുൻകൂട്ടി ഒരു എമൗണ്ട് ഫിക്സ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഡാമേജുകളാണ് ലിക്വിഡേറ്റഡ് ഡാമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് വഴി നമുക്ക് മെയിനായിട്ട് രണ്ട് ഒബ്ജക്റ്റീവ് ഇതിലുണ്ട്. ഒന്ന്, ടു അവോയ്ഡ് അൺസർട്ടനിറ്റീസ് ഓഫ് ദ എമൗണ്ട് ഓഫ് ഡാമേജസ്. നമുക്ക് അവ്യക്തമായിട്ട് ഒരു എമൗണ്ട് ഡാമേജ് വരും എന്നുള്ളത് അവ്യക്തത നമുക്ക് മാറിക്കിട്ടും, സേർട്ടൻ തന്നെ ആയിരിക്കും. അപ്പോൾ അൺസർട്ടനിറ്റീസ് ഇവിടെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. Then to avoid expense of proving damage in the
കോർട്ട്. നെക്സ്റ്റ് നമുക്ക് ഒരു എക്സ്പെൻസുകൾ വരും അല്ലേ, നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഡാമേജുകൾ കോർട്ടിൽ പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ മുൻകൂട്ടി നമ്മളൊരു എമൗണ്ട് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇത് വരും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള കോർട്ടിൻ്റെ അടുത്തൊന്നും പോയി നമുക്ക് ഈ ഡാമേജ് പ്രൂവ് ചെയ്യാനുള്ള ഒരു എക്സ്പെൻസുകളൊന്നും നമുക്ക് വരത്തില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് പെനാൽറ്റി എന്താണെന്നുള്ളത് നോക്കാം. പെനാൽറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. A penalty is a sum named in the contract at the time of its formation which is disappropriate to the damage likely to occur as a result of the breach. ഇങ്ങനത്തെ പെനാൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിൾ ആയിട്ടുള്ള ലോസ് ജെനുവിനായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നില്ല, ഡിസ്പ്രപ്പോർഷനേറ്റാണ്. അതായത് നമുക്ക് കോൺട്രാക്റ്റിൻ്റെ ആ ഒരു സമയത്ത് ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഡാമേജ് കറക്റ്റായിട്ട് പ്രോബബിളായിട്ട് ലോസ് നമുക്ക് എന്ത് ചെയ്യാം, പ്രോബബിൾ ലോസുകൾ ജെനുവിനായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇവിടെ പെർഫോമൻസിനനുസരിച്ച് സെക്യൂർ ചെയ്യാം, പക്ഷേ പെനാൽറ്റിയും ലിക്വിഡേറ്റഡ് ഡാമേജസും ഇന്ത്യയിൽ രണ്ടല്ല ഒരേ രീതിയിലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും എന്ത് തന്നെയാണ്, നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്ന എമൗണ്ട് തന്നെയാണ് ലിക്വിഡേറ്റഡ് ഡാമേജും പെനാൽറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ പോയിന്റിലേക്ക് വരാം. നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, ഇൻജുർഡ് പാർട്ടിക്ക് ഉള്ള റെമഡീസാണ്, പരിഹാരങ്ങളാണ് അല്ലേ. അതിലൊന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, റെസിഷൻ ഓഫ് കോൺട്രാക്റ്റ് അവസാനിപ്പിക്കുക എന്നുള്ളത്. ഇനി രണ്ടാമത്തെ നമ്മൾ ഡാമേജസിന് സ്യൂട്ട് ചെയ്യുക എന്നുള്ളത്, ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതിൽ മൂന്നാമത്തതാണ് സ്യൂട്ട് അപ്പോൺ എ ക്വാണ്ടം മെറിറ്റ്. ദാറ്റ് ഈസ് ദ ടേം ക്വാണ്ടം മെറിറ്റ് മീൻസ് as much as earned or in proportion to be work done. That is, in legal sense it means payment in proportion to the work done or reasonable value for work done or services rented. അതായത് നമുക്കൊരു ചെയ്ത വർക്കിന് ആസ് മച്ച് ആസ് ഏൺ, നമ്മൾ ചെയ്ത വർക്കിന് തത്തുല്യമായിട്ടുള്ള പേയ്മെൻറ്റിനെയാണ് നമ്മൾ ഈ ക്വാണ്ടം മെറിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വെൻ എ പേഴ്സൺ ഹാസ് ഡൺ സം വർക്ക് അണ്ടർ എ കോൺട്രാക്ട് and the other party repudiate the contract or some event happen which makes the further performance of the contract impossible, then the party who has performed the work can claim remuneration for the work he has already done. അതായത് ചെയ്ത വർക്കിന്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തി കുറച്ച് വർക്ക് അവിടെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ മറ്റേ പാർട്ടി എന്ത് ചെയ്തു, ആ കോൺട്രാക്റ്റ് അവിടെ റെപ്യുഡിയേറ്റ് ചെയ്തു. അപ്പോൾ അവിടെ പിന്നീട് ഫ്യൂച്ചർ പെർഫോമൻസ് ഒന്നും നമുക്കവിടെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഓൾറെഡി വർക്ക് ചെയ്തിരിക്കുന്ന പാർട്ടിക്ക് എന്ത് ചെയ്യാം, അവർ ചെയ്ത പെർഫോമൻസിന് റെമ്യൂണറേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ് എന്ന് പറയുന്നത്. ആസ് മച്ച് ആസ് ഏൺ ഓർ ഇൻ പ്രപ്പോർഷൻ ടു ബി വർക്ക് ഡൺ, അവർ ചെയ്ത വർക്കിന് തത്തുല്യമായിട്ടുള്ള പേയ്മെൻറ്റ് വാങ്ങിക്കാനുള്ള റൈറ്റ്. അതാണ് മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നാലാമത്തെ പോയിൻറ്റിലേക്ക് വരാം. ദാറ്റ് ഈസ് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട്. That is, in certain cases, damages are not an adequate remedy for the breach of contract. But in such situation, the court directs the defaulting party to carry out the performance of the contract specifically, that is, according to the terms of contract. This is known as specific performance. അതായത് ചില സന്ദർഭത്തിൽ ഇപ്പോൾ ഡാമേജ് എന്ന് പറയുന്ന ഒരു അഡിക്വേറ്റ് റെമഡി ആവത്തില്ല. അതായത് ഡാമേജ് ഇപ്പോൾ എനിക്കൊരു 1000 രൂപ വന്നു, ആ 1000 രൂപയ്ക്ക് നമ്മളൊരു എന്താ പറയുക ഡാമേജ് എന്നുള്ള രീതിയിൽ നമ്മളൊരു റെമഡി ആക്കാൻ പറ്റില്ല. ചില ജോലികൾ അത് അങ്ങനെ തന്നെ ചെയ്തിരിക്കണം. അത് നമുക്ക് നഷ്ടപരിഹാരം കിട്ടിയാലൊന്നും അത് നമ്മുടെ പരിഹാരം ആവത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡാമേജ് നമുക്ക് ഒരിക്കലും അഡിക്വേറ്റ് റെമഡി ആവില്ല. അപ്പോൾ നമ്മൾ കോർട്ട് മിസ്റ്റേക്ക് വരുത്തിയ പാർട്ടീനോട് പറയും അത് മസ്റ്റായിട്ടും പെർഫോം ചെയ്യണം എന്നുള്ളത്. അതൊരു റൈറ്റായിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, പക്ഷേ കോർട്ടിൻ്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് എന്ത് ചെയ്യണം, കോർട്ട് അവിടെ പറയും അത് മസ്റ്റായിട്ട് അവിടെ പെർഫോം ചെയ്യണം. ഓക്കെ, അപ്പോൾ കോർട്ടാണ് അവിടെ ഡയറക്റ്റ് ചെയ്യുന്നത്. ആ ഡിഫോൾട്ട് വരുത്തിയ പാർട്ടിയോട് പറയും ടു ക്യാരി ഔട്ട് ദ പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്ട് സ്പെസിഫിക്കലി, അതായത് കോൺട്രാക്റ്റിൻ്റെ ടേംസ് അനുസരിച്ച് അവിടെ പെർഫോമൻസ് ചെയ്യണമെന്ന് പറയും. അതാണ് സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ലാസ്റ്റ് വരുന്നതാണ്, ഇതിനിടയിൽ നമുക്കൊരു ചെറിയ കാര്യങ്ങൾ കൂടിയുണ്ട്. കേസസ് വെയർ കോർട്ട് ഓർഡർ സ്പെസിഫിക് പെർഫോമൻസ്. കോർട്ട് പറയുന്നത് ഒന്ന്, വെയർ കോമ്പൻസേഷൻ മണി ഫോർ ഇറ്റ്സ് നോട്ട് പെർഫോമൻസ്. അതായത് അവർ പറയും നിങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും ഒരു റിലീഫല്ല, നിങ്ങൾ നോൺ പെർഫോമൻസിന് കോമ്പൻസേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ആഡിക്വേറ്റ് റിലീഫ് അല്ല എന്നുള്ളത് പറയും. where there exists no standard for ascertaining the actual damage caused by non-performance of the contract. നെക്സ്റ്റ് അവിടെ ഇൻജേർഡ് പാർട്ടി അല്ല, അവിടെ ഓൾറെഡി നമുക്ക് ഡിഫോൾട്ട് വരുത്തിയിരിക്കുന്ന പാർട്ടി പെർഫോമൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ
ഒരിക്കലും നമുക്കൊരു സ്റ്റാൻഡേർഡിലൂടെ അത് വാല്യൂ അറിയാൻ പറ്റുന്നില്ല. ആ സിറ്റുവേഷനിൽ അവരോട് പറയും വാല്യൂ ചെയ്യാൻ പറ്റുന്നില്ല, എത്ര ഡാമേജ് വന്നു എന്നുള്ളത്. അപ്പോൾ അവരോട് കോർട്ട് പറയും മസ്റ്റായിട്ട് അവിടെ പെർഫോം ചെയ്യണം എന്നുള്ളത്. ഇനി ലാസ്റ്റ്, വെൻ ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് മോണിറ്ററി കൺസിഡറേഷൻ ഓൺ നോൺ പെർഫോമൻസ് ഓഫ് ദി ആക്ട് കനോട്ട് ബി ഒബ്റ്റെയിൻ. നെക്സ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രോബബിൾ ആയിട്ടുള്ളൊരു കൺസിഡറേഷൻ അവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ആ സിറ്റുവേഷനിൽ അവർ കോർട്ട് ഓർഡർ ചെയ്യും പെർഫോമൻസ് നടത്തണം എന്നുള്ളത്. ഓക്കെ, ഇനി ലാസ്റ്റ് വരുന്നതാണ് സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ. ഓക്കെ, ആൻ ഇൻജങ്ഷൻ ഈസ് എ കോർട്ട് ഓർഡർ. So it is particularly appropriate in case of anticipatory breach of contract. In this case, when party make a breach of contract, the injured party under certain circumstances apply to the court for issuing of an injunction with a view to prohibiting the party from making breach of contract doing something against the terms of the contract. അതായത് ഇൻജങ്ഷനാണ്, ഇതൊരു കോർട്ട് ഓർഡറാണ്, നിരോധന ഉത്തരവ് എന്ന് പറയും. അതായത് ഇൻജേർഡ് പാർട്ടിക്ക് കോടതിയെ സമീപിക്കാൻ സാധിക്കും അവരെന്തെങ്കിലും ബ്രീച്ച് തടയുന്നതിനോ, ബ്രീച്ച് ഒരു ഓൾറെഡി ഡിഫോൾട്ട് പാർട്ടി ബ്രീച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രീച്ച് തടയുന്നതിലോ അല്ലെങ്കിൽ അതിന് ബദലായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇൻജങ്ഷൻ ഓർഡർ, മരവിപ്പിക്കൽ അല്ലേ, ഇൻജങ്ഷൻ ഓർഡർ കോർട്ടിൻ്റെ നിരോധന ഉത്തരവ് അവിടെ നടത്താനായിട്ട്, കോർട്ട് ഓർഡർ അവിടെ നടത്താനായിട്ട് ഈ ഓൾറെഡി ഇൻജേർഡ് പാർട്ടിക്ക് സാധിക്കും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു പാർട്ടി അവിടെ ബ്രീച്ച് ചെയ്താൽ ഇൻജേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം, കോർട്ടിനെ അപ്ലൈ ചെയ്യാം, ഇൻജങ്ഷൻ അനുവദിക്കണം, അതായത് നിരോധനം, അവിടെ ഇൻജങ്ഷൻ ഓർഡർ പുറപ്പെടുവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആർക്ക് സമീപിക്കാം, ആ ഇൻജേർഡ് പാർട്ടിക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇൻജേർഡ് പാർട്ടിക്ക് മെയിനായിട്ടും കിട്ടുന്ന അവരുടെ റെമഡീസ് എന്ന് പറയുന്നത്, പരിഹാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 5 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഒന്ന്, റിസഷൻ, കോൺട്രാക്റ്റ് അവസാനിപ്പിക്കാം. നെക്സ്റ്റ്, ഡാമേജസിനെതിരെ സ്യൂട്ട് ചെയ്യാം. കോണ്ടം മെറിറ്റാണ്, അതായത് എത്ര ചെയ്തോ അതിനുള്ള എമൗണ്ട് കിട്ടാനുള്ള അർഹത. ഇനി സ്പെസിഫിക് പെർഫോമൻസ് നടത്തണം എന്നുള്ളത്. ദെൻ ലാസ്റ്റ്, ഇൻജങ്ഷൻ ഓർഡേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 11ാമത്തെ യൂണിറ്റിൽ നമുക്ക് വരുന്നത്.